ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു. ഞാനിവിടെ പറയുന്നത് പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സെപ്റ്റംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. മിഥുനം രാശിയിൽ 45 നാഴികയും കർക്കിടകം രാശിയിലാണെങ്കിൽ 15 നാഴികയും കൂടിച്ചേരുന്ന ദേവഗണത്തിൽ വരുന്ന നക്ഷത്രമാണ് ഈ പുണർദം നക്ഷത്രം. അതിൽ മിഥുനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ പുണർദം നക്ഷത്രക്കാരിലാണെങ്കിൽ കണ്ടകശനിയുടേതായിട്ടുള്ള സ്വാധീന ശക്തി ഈ നക്ഷത്രക്കാർക്കുണ്ടെങ്കിലും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളം നേട്ടങ്ങൾക്കും ഉയർച്ചയ്ക്കും സാധ്യത കാണുന്നുണ്ട് ഈ സെപ്റ്റംബർ മാസത്തിൽ. ജന്മരാശ്യാധിപനായിരിക്കുന്ന ബുധനാണെങ്കിൽ ഈ സെപ്റ്റംബർ മാസത്തിൻ്റെ ആരംഭത്തിൽ സഹായസ്ഥാനത്തും പിന്നീട് 4-ാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്ത് ഉച്ചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നതിനാൽ ആരോഗ്യസ്ഥിതി പൊതുവെ തൃപ്തികരമായിട്ട് കാണുന്നതായിട്ടൊരു സമയമാണ്. എന്നാലോ അഷ്ടമാധിപനായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ കണ്ടകശനിയായിട്ട് നിന്നുകൊണ്ട് സുഖസ്ഥാനത്തേക്ക് നോക്കുന്നതും 6-ാം ഭാവാധിപത്യമുള്ളതായ ചൊവ്വയാണെങ്കിൽ സുഖസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് കൊണ്ട് യാത്രകളിലും ഡ്രൈവിങ്ങിലും കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. എന്നാലോ വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂല സ്ഥിതി കാണുന്നതായിട്ടൊരു സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ. വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധൻ്റേതായിട്ടുള്ള അനുകൂല സ്ഥിതിയും ജന്മരാശിയിൽ നിൽക്കുന്നതായ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ 5-ാം ഭാവത്തേക്കും നിവൃത്തി സ്ഥാനത്തേക്കും ഭാഗ്യസ്ഥാനത്തേക്കും ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത് കൊണ്ടും 5-ാം ഭാവനാഥനായിരിക്കുന്നതായ ശുക്രൻ്റേതായ സ്വാധീനശക്തി വരുന്നത് കൊണ്ട് വിദ്യാർത്ഥികളിലെ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിയിലേക്കും ശ്രേയസ്സിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. ഈ സമയത്ത് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വളരെയധികം അനുകൂല സ്ഥിതി കാണുന്നുണ്ട്. കൂടാതെ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾക്കും അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. കർമ്മപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്. നിവൃത്തിനാഥനും 7-ാം ഭാവനാഥനുമായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ ജന്മരാശിയിൽ നിന്നുകൊണ്ട് 5-ാം ഭാവത്തേക്കും നിവൃത്തി സ്ഥാനത്തേക്കും ഭാഗ്യസ്ഥാനത്തേക്കും ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ട് കർമ്മസംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്നുണ്ട്. അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും അനുകൂല സ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായാലും സന്താനഭാവങ്ങളിലെല്ലാം തന്നെ അഭിവൃദ്ധിയും ശ്രേയസ്സും കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ. അതുകൊണ്ട് മിഥുനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ പുണർദം നക്ഷത്രക്കാർ ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നത് ഈ ഒരു സമയത്ത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ശനീശ്വര പ്രീതികരമായിട്ട് ശനീശ്വരനെ നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്. കർക്കിടകം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ പുണർദം നക്ഷത്രക്കാരിലാണെങ്കിൽ ഈശ്വരാനുഗ്രഹം കൂടുതലും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ. ഈ സെപ്റ്റംബർ മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ ശയന കളത്രകാരകനായിരിക്കുന്ന ശുക്രൻ ജന്മരാശിയിൽ നിൽക്കുന്നുണ്ടെങ്കിലും 6-ാം ഭാവനാഥനും രോഗസ്ഥാനാധിപനുമായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിന് ദുരിതഭാവസ്ഥിതി വരുന്നത് കൊണ്ടും അഷ്ടമഭാവത്തിലാണെങ്കിലോ രാഹുവിൻ്റേതായ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ജീവിത അനുഷ്ഠാനങ്ങളിലും കൂടുതലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്.
കർമ്മപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും ധനസന്താനകാരകനായിരിക്കുന്ന സർവീശ്വരകാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ 12ാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്ത് നിൽക്കുന്നതും ധനസ്ഥാനത്താണെങ്കിലോ കേതുവിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടും അഷ്ടമഭാവത്തിൽ രാഹു നിൽക്കുന്നതുകൊണ്ടും സാമ്പത്തികപരമായിട്ടുള്ള സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കണം. കർമ്മസംബന്ധമായിട്ട് എന്തൊക്കെ പ്രവൃത്തികൾ നമ്മൾ ഈ സമയത്ത് ചെയ്യുമ്പോഴും ശ്രദ്ധയും അത്ര തന്നെ ദീർഘവീക്ഷണവും കൂടുതലും വേണ്ടുന്നതായിട്ടൊരു സമയമാണ്. കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും സന്താനഭാവങ്ങളിലെല്ലാം തന്നെ അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ നോക്കേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്. എന്നാലോ വിദ്യാർത്ഥികൾക്ക് വളരെയധികം അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. വിദ്യാമാതുലകാരകനായിരിക്കുന്ന ബുധൻ്റെ അനുകൂല സ്ഥിതിയും 5ാം ഭാവനാഥനായിരിക്കുന്നതായ ചൊവ്വയുടേതായ അനുകൂല സ്ഥിതിയും പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിയിലേക്കും ശ്രേയസ്സിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ. അതുകൊണ്ട് ഈ ഒരു സമയത്ത് വിഷ്ണു പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുന്നതും വിശേഷിച്ച് അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും വളരെ നല്ലതാണ്.